السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു തആല അവൻ്റെ സ്വർഗം ലഭിക്കുന്നവരിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും സർവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമായിരുന്നു കഴിഞ്ഞ ഖുതുബയിലും നമ്മൾ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ പഠിപ്പിക്കുന്നത് പോലെ സ്വഹാബത്ത്, ഉമ്മമാരും ഉപ്പമാരും, സ്വഹാബ സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ മക്കൾക്ക്, കുട്ടികൾക്ക് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു. ആ ഹുബ്ബുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അത് ചെയ്തിരുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കേട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയുടെ മരണത്തിന് ശേഷം, അതുപോലെ തന്നെ അബൂ ത്വാലിബിൻ്റെ മരണത്തിന് ശേഷം ഖുറൈശികൾ മർദ്ദനങ്ങളും അക്രമങ്ങളും അധികരിപ്പിക്കുന്ന സമയത്ത് പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ്. 2 തവണ ഇന്ന് എത്യോപ്യ എന്നറിയപ്പെടുന്ന, പണ്ട് ഹബിഷ് എന്നും അബിസീനി എന്നും പേരിൽ അറിയപ്പെടുന്ന അബിസീനിയയിലേക്ക് 2 വട്ടം ഹിജ്റ പോകേണ്ടി വന്നു. അതോടൊപ്പം തന്നെ മക്കയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം കിട്ടുമെന്ന് കരുതിയ ത്വായിഫിൻ്റെ ഭാഗത്തേക്ക് പോയി. അവിടെയും അഭയം ലഭിക്കാത്തൊരവസ്ഥ വന്നു. അതേപോലെ തന്നെ മക്കയിൽ ഓരോ സമയത്തും മിനയിൽ കയറി ഓരോ ടെൻറ്റുകളിലും ദഅവത്ത് നടത്തി. സ്വീകരിച്ചവരുണ്ട്, തള്ളിക്കളഞ്ഞവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളെക്കാളേറെ അന്ന് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് മഹദിയായ ആയിഷത്ത് റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്. മക്കയിലേക്ക് ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പർവ്വതത്തിൻ്റെ മലക്ക്, ഈ മക്കയിലെ 2 പർവ്വതങ്ങളും ഈ നാടിന് മുകളിലേക്ക് മറിച്ചിടാൻ അള്ള തയ്യാറാണ്. അള്ള സമ്മതം തന്നു, ഞാൻ റെഡിയായി നിൽക്കുന്നു. മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കാലങ്ങൾക്ക് ശേഷം ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അതാണ് എനിക്കിഷ്ടം, ഇവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി മക്കയിലെ ഓരോ ഗോത്രങ്ങളിലേക്കും അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ഇറങ്ങുകയാണ്. ബനു ആമിർ റളിയല്ലാഹു അൻഹു, ബനു ആമിർ ആ ഗോത്രത്തിലേക്ക്, ബനു ആമിറിൻ്റെ ഗോത്രത്തിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഗോത്രങ്ങളിലും ജസീറത്തുൽ അറബിൽ, അറേബ്യൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും പ്രശസ്തമായ, സർവലാരും അംഗീകരിക്കപ്പെട്ട ആ ഗോത്രത്തിലേക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ദഅവത്തുമായിട്ട് കയറി ഇറങ്ങുകയാണ്. അവരോട് ചോദിച്ചു, ഇത്രയും കഴിവുള്ള നിങ്ങൾ ആരാണ് നേതാവെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ, വലിയ ഗോത്രമാണെങ്കിലും പലപ്പോഴും അറേബ്യയുടെ സാഹചര്യത്തിനനുസരിച്ച് പല ഗോത്രങ്ങളിലും സംഘട്ടനങ്ങൾ അവസാനിക്കാറില്ല. ആ നിലക്ക് യുദ്ധങ്ങളും സംഘട്ടനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ആ ഗോത്രത്തിലേക്ക് ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവർ ചോദിച്ചു, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇസ്ലാമിൻ്റെ നന്മയെക്കുറിച്ച്, അള്ളാഹുവെ മാത്രം ആരാധിക്കണമെന്നും ഒരാളെയും അള്ളാഹുവിൽ പങ്കുചേർക്കരുതുമെന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ പ്രഥമമായ ഭാഗം, തൗഹീദിൻ്റെ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുത്തു. ഇത് പഠിപ്പിക്കേണ്ടി വന്ന പ്രവാചകന്മാരെക്കുറിച്ച് പഠിപ്പിച്ചു. നാളെയുടെ ലോകം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നവരെ അറിയിച്ചു. പക്ഷെ ആ ഗോത്രത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കേണ്ടി വന്നത് മറ്റൊരു ചോദ്യമായിരുന്നു. ചില ആളുകളൊക്കെ ചോദിച്ചു, താങ്കൾ മരിച്ചാൽ ഈ നേതൃത്വത്തിൽ പിന്നെ ആരായിരിക്കും? അഥവാ അറബികളിൽ ഞങ്ങൾ ഉന്നതന്മാരാണ്, അറേബ്യൻ ദ്വീപിൽ ഞങ്ങൾ ഉന്നതന്മാരാണ്, ഈ പറയുന്ന ഞാനാകട്ടെ ഈ ഗോത്രത്തിൻ്റെ രാജാവാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ താങ്കൾ പറയുന്നതങ്ങ് വിശ്വസിച്ച് താങ്കളങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ഈ അധികാരം, താങ്കൾ ഏൽക്കുന്ന ഈ അധികാരം
അത് ആർക്ക് ലഭിക്കുമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംറു ലില്ലാ, കാര്യങ്ങൾ അള്ളാഹുവിനുള്ളതാണ്. ഞാൻ ഇന്നയാളെ രാജാവായി തെരഞ്ഞെടുത്തതിന് ശേഷമല്ല ഞാൻ മരിക്കുക, അത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ആ സമയത്ത് ആ വ്യക്തി പറയുകയാണ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ താങ്കൾക്ക് മുമ്പിൽ വെച്ച് തന്നിട്ട് താങ്കൾ പറയുന്ന കാര്യം ഈ ഒരൊറ്റ മജ്ലിസിൽ ഇരുന്നങ്ങ് വിശ്വസിച്ച് എന്നിട്ട് താങ്കൾ മരിക്കുമ്പോൾ ഈ അധികാരം ഞങ്ങൾക്ക് കിട്ടാതെ വേറെ ആരെങ്കിലും കൊണ്ടുപോകുമെന്നോ അള്ളാഹു തീരുമാനിക്കുമെന്നോ ഈ വാദവും കൊണ്ട് ഈ ഗോത്രത്തിലേക്ക് കയറരുത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആട്ടിവിടുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുന്ന് തിരിച്ചു പോരുകയാണ്. ചരിത്രത്തിൽ കാണാം, ഇവിടെ നിന്ന് പ്രയാസങ്ങൾ അനുഭവിച്ച് മറ്റൊരു ഗോത്രത്തിലേക്ക് പോകും, അവിടെ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കും, വീണ്ടും ആദ്യം വന്ന ഈ ബനു ആമിർ ഗോത്രത്തിലേക്ക് തന്നെ വീണ്ടും വന്ന് ക്ഷണിക്കും. അപ്പോഴും അവർ പറയും, ഇല്ല, ഞങ്ങൾക്ക് അധികാരം കിട്ടാത്ത ഈ ഒരു വിഷയത്തിൽ താങ്കൾ ഞങ്ങളോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് ആട്ടിയോടിക്കുകയാണ്, വ്യസനത്തോടു കൂടി തിരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ബനു ശൈബാൻ ഗോത്രങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി ഇറങ്ങുകയാണ്. അവരും ചോദിച്ചു, എന്തിലേക്കാണ് താങ്കൾ ക്ഷണിക്കുന്നത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടും ഇസ്ലാമിൻ്റെ നന്മയെപ്പറ്റി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു, അള്ളാഹുവെ പറ്റി വിശദീകരിച്ചു കൊടുത്തു. അവരും ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എല്ലാം കേട്ടപ്പോൾ അവർ ചോദിച്ചു, മുഹമ്മദേ, താങ്കൾ പറയുന്ന ഈ വിഷയം ഞങ്ങളും താങ്കളും ആദ്യമായിട്ട് കണ്ടുമുട്ടുകയാണ്. താങ്കൾ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇതുവരെ വിശ്വസിച്ചാചരിച്ചു വരുന്ന ഞങ്ങളുടെ മതത്തെ ഉപേക്ഷിക്കണം, ഞങ്ങളുടെ ബാപ്പമാരെയും വല്യപ്പമാരെയും തള്ളിപ്പറയണം, എന്നിട്ട് താങ്കൾ കൊണ്ടുവരുന്ന ഈ പുതിയ മതത്തിലേക്ക് ഞങ്ങൾ വിശ്വസിക്കണം. ഇത് ബുദ്ധിയാണോ എന്ന് ചോദിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ അഭിനന്ദിക്കുകയാണ്. അഥവാ കേൾക്കുന്ന പാതയിൽ അങ്ങ് വിശ്വസിക്കാനല്ല, ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കണം. അങ്ങനെയാണ് ഒരാൾ ആദർശത്തിലേക്ക് കടന്നു വരേണ്ടത്. അവരെ അഭിനന്ദിച്ചു, ആ ചോദ്യത്തെ പ്രയാസപ്പെടുത്തിയില്ല. അവർ മുശ്രിക്കാണെന്നറിയാം, അവിശ്വാസികളാണെന്നറിയാം, പക്ഷേ അവർ ചോദിച്ച ഒരു ഭാഗമുണ്ട്, ഇതാദ്യമായി കണ്ടുമുട്ടുന്ന താങ്കളുടെ ഈ വാക്കുകൾ കേട്ടിട്ട് ഞങ്ങൾ താങ്കളെ പിൻപറ്റണം, അതുമാത്രമല്ല അതിനേക്കാൾ അപകടം നിറഞ്ഞത് ഞങ്ങളുടെ വാപ്പമാരെയും അതുപോലെ തന്നെ മുൻഗാമികളെയും തള്ളിപ്പറയണം, ഇതുവരെ ആചരിച്ച മതത്തെ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അവരിതുവരെ ആചരിച്ച മതത്തെക്കുറിച്ച് ഏറ്റവും നല്ല നിലയ്ക്ക് പഠിച്ച വ്യക്തി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നു. ഇസ്ലാം അവരോട് സംസാരിച്ചു, ആയത്തുകൾ സംസാരിച്ചു. ആ ഗോത്രത്തിൻ്റെ പകുതി ഭാഗം ആ സമയത്ത് ഇസ്ലാമിലേക്ക് വന്നു, പിന്നീട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതായിരുന്നു ആ ഗോത്രത്തിൻ്റെ അവസ്ഥ. ഇങ്ങനെയാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ കേട്ടതുപോലെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ദഅവത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് ഹജ്ജിൻ്റെ സമയങ്ങളായിരുന്നു. അഥവാ റസൂലുള്ള പഠിപ്പിച്ച ഹജ്ജല്ല, അറേബ്യൻ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നു, അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. നമ്മൾ വിശ്വസിക്കുന്നത് പോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയുള്ള പൂർണ്ണമായ വിശ്വാസമല്ല. മഴ തരുന്നത് റബ്ബാണെന്നറിയാം, അന്നം തരുന്നത് റബ്ബാണെന്നറിയാം, ജീവിപ്പിക്കുന്നത് അള്ളയാണെന്നറിയാം, മരിപ്പിക്കുന്നത് അള്ളയാണെന്നറിയാം. അതുകൊണ്ട് തന്നെ അവർ ആ നിലക്ക് ആ കഅബത്തെ സംരക്ഷിച്ചിരുന്നു, കഅബയിൽ വന്ന് ഹജ്ജ് ചെയ്തിരുന്നു. ആ ഹജ്ജിൻ്റെ വേളയിൽ മിനയിൽ ഓരോ ടെൻറ്റുകളിലും കയറിയിറങ്ങി അള്ളാഹുവെക്കുറിച്ച് റബ്ബ് പറഞ്ഞതുപോലെ പരിചയപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചു. 6 പേരെ കാണുകയാണ്. ഹജ്ജ് കഴിഞ്ഞ് ഒരു 6 പേര് മൊട്ടയടിക്കുന്നു. ആ സമയത്ത് അവരുടെ സമീപത്തേക്ക് പോയി അവരോട് പറഞ്ഞു, നിങ്ങൾ നല്ലവരാ, നിങ്ങളുടെ രീതി കാണുമ്പോൾ, സ്വഭാവങ്ങൾ കാണുമ്പോൾ നല്ല ഒരു വ്യക്തികളായി നിങ്ങളെ എനിക്ക് അനുഭവപ്പെടുകയാണ്. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് എന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾ യസ്രിബിൽ നിന്ന് വരികയാണ്. ആ ജൂതന്മാരുടെ കൂടെ അഥവാ ജൂതന്മാർ താമസിക്കുന്ന ആ ഭാഗത്ത് നിന്ന് വരുന്നവരാണോ നിങ്ങൾ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ യസ്രിബ്, മദീനയുടെ പണ്ടത്തെ പേര് യസ്രിബായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തിയപ്പോഴാണ് ആ യസ്രിബിൻ്റെ പേര് മാറ്റി മദീനത്തുർ റസൂൽ എന്ന പേര് മദീനയ്ക്ക് നൽകിയത്. മദീനത്തുർ റസൂൽ എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂലിട്ട പേര്. അങ്ങനെ ആ മദീനയിൽ നിന്ന് വന്നവരാണ്, യസ്രിബിൽ നിന്ന് വന്നവരാണ് ഞങ്ങളെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അതൊന്ന് കേൾക്കാൻ നിങ്ങൾ സമ്മതം കാണിക്കുമോ, ഒന്ന് ഇരിക്കുമോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ യസ്രിബിൽ നിന്നുള്ളവരാ, ഖസ്റജ് ഗോത്രക്കാരാ, സ്വഭാവത്തിൽ നല്ലവരാ, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ സന്നദ്ധരാ.
അവരോടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു. 6 പേര് വിശ്വസിക്കുകയാണ്. വിശ്വസിച്ചു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ ഉറപ്പ് കൊടുത്തു, മദീനയിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, അഥവാ യസ്രിബിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഈ സത്യത്തിൻ്റെ സന്ദേശം ഞങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കും. അവർ യസ്രിബിലേക്ക് പോയി. മദീനത്തെ ഓരോ വീടുകളിലും അവർ കയറിയിറങ്ങി. വിശ്വസിക്കുന്നവർ വിശ്വസിച്ചു, അതുപോലെ വിസമ്മതിച്ചവർ വിസമ്മതിച്ചു. പക്ഷേ ഇസ്ലാമിക ദഅവത്ത് അവരിലേക്ക് എത്തി. എന്തുകൊണ്ടെത്തി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു 6 പേരെ കണ്ടപ്പോഴും അത് ഒഴിവാക്കാതെ അവിടെ ദഅവത്ത് നടത്തുകയാണ്. ആൾക്കൂട്ടങ്ങൾ നോക്കിയും ആൾബലങ്ങൾ നോക്കിയും സംഘബലം നോക്കിയിട്ടുമല്ല ഇസ്ലാമിക ആദർശത്തിൻ്റെ സത്യം പ്രിയപ്പെട്ടവരെ അത് നിലനിൽക്കുന്നത്. മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു 6 പേരെ കിട്ടിയപ്പോൾ മക്കയിലെ ഒരു ഖുറൈശി കുടുംബത്തിൽ ജനിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതൊരു പ്രയാസമായില്ല. 6 പേരെ കണ്ടപ്പോഴും അവിടുന്ന് ദഅവത്ത് നടത്തുകയാണ്, അള്ളാഹുവെ പറ്റി പരിചയപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ വചനം അങ്ങനെയാണ്, പ്രവാചകരെ ബല്ലിഗ് മാ ഉൻസില ഇലൈക്, താങ്കൾക്ക് ഇറക്കപ്പെട്ട വിഷയം താങ്കൾ ജനങ്ങൾക്ക് അതെത്തിക്കണം. ബല്ലിഗ്, അതെത്തിക്കണം. റസൂലുള്ളാഹി നമ്മളോടും പറഞ്ഞു, ജനങ്ങളെ ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്താണോ നിങ്ങൾക്ക് കഴിയുന്നത്, ഇത് നിങ്ങളൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇസ്ലാമിനെപ്പറ്റി അള്ളയുണ്ടെന്നറിയുന്ന നിങ്ങൾ അള്ളാഹുവെ പറ്റി പറയണം. അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് നിങ്ങൾക്കറിയുമോ? എങ്കിൽ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ലോകത്തോട് നിങ്ങൾ വിളിച്ചു പറയണം. പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? അതുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണോ? മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്ന് കൂടെ ജോലി ചെയ്യുന്ന, പരലോകത്തെ നിഷേധിക്കുന്ന, വിശ്വാസമില്ലാത്ത, അറിവില്ലാത്ത ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കണം. എത്തിച്ചില്ലെങ്കിൽ മുത്ത് റസൂലിനെ വിളിച്ചുകൊണ്ട് പോലും അല്ലാഹ് പറയുന്നു, അതെത്തിച്ചില്ലെങ്കിൽ താങ്കൾ ആ റിസാലത്ത് പൂർത്തീകരിക്കാത്തവനാണ്, ആ സത്യത്തിൻ്റെ സന്ദേശം അതെത്തിക്കാത്തവനാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു. അല്ലേ? 6 പേര് വിശ്വസിച്ചു, മദീനയിൽ വീടുകളിൽ കയറിയിറങ്ങി. ആ കയറിയിറങ്ങി പിറ്റേ വർഷം കൂടുതൽ ആളുകളുമായിട്ട് അവർ ഹജ്ജിന് വന്നു. റസൂലുള്ളാഹിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാൻ അവസരമൊരുക്കി. ഇരുന്നു, സംസാരിച്ചു. അങ്ങനെയാണ് അഖബയിൽ വെച്ച് ഒന്നാം അഖബ ഉടമ്പടി ഉണ്ടാകുന്നത്. അവർ ബൈഅത്ത് കൊടുത്തു, റസൂലേ, മദീനയിൽ ഞങ്ങൾ ഇസ്ലാമിനെ വ്യാപിപ്പിക്കാം, അതുപോലെ തന്നെ സഹായങ്ങൾ ചെയ്യാം. അങ്ങനെയാണ് അവർ ഹജ്ജും കഴിഞ്ഞ് തിരിച്ചുപോയി. മദീനയിൽ വീണ്ടും ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ ആളുകൾ പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആ സമയത്ത് മിസ്അബ് റളിയല്ലാഹു അൻഹു അടക്കം, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനെ അടക്കം മദീനത്തേക്ക് ദഅവത്തിന് വേണ്ടി അയക്കുന്നത്. ദഅവത്ത് നടത്തി, ക്ലാസുകൾ നടന്നു, അവിടെ ദീന് പഠിപ്പിച്ചു. കൂടുതൽ സംഘങ്ങളുമായിട്ട് 3-ാം കൊല്ലം മക്കയിലേക്ക് ആളുകൾ വരികയാണ്. അവിടെയാണ് രണ്ടാമത്തെ അഖബ ഉടമ്പടി നടക്കുന്നതും. അത് കഴിഞ്ഞവർ മദീനയിലേക്ക് തിരിച്ചു പോകുമ്പോൾ പിന്നീടാണ്, അഥവാ അടുത്ത വർഷം ഹിജ്റ നടക്കേണ്ടതുണ്ട്. വരുന്ന ഖുത്ബയിൽ ഇൻഷാ അല്ലാഹ് ആ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഖുത്ബ അവസാനിച്ചത്. മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ ദീനിന് വേണ്ടി, നമ്മളിലേക്കൊക്കെ ഈ സത്യത്തിൻ്റെ സന്ദേശം എത്താൻ വേണ്ടി അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇത് പഠിക്കണം നമ്മൾ, എന്നിട്ട് അവിടുത്തെ ചര്യകൾ പിൻപറ്റണം. അങ്ങനെയാണ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. ഏതെങ്കിലും സമയത്തല്ല, ദിവസങ്ങളിലല്ല, മാസങ്ങളിലല്ല, നമ്മുടെ ശ്വാസം നിലക്കുന്നത് വരെ നമ്മുടെ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ചത് ചെയ്തുകൊണ്ടേയിരിക്കണം. അവിടുത്തെ സ്നേഹിക്കാൻ സഹാബികൾ പ്രത്യേക മാസം തിരഞ്ഞെടുത്തിട്ടില്ല, ദിവസം തിരഞ്ഞെടുത്തിട്ടില്ല, റൂമുകൾ തിരഞ്ഞെടുത്തിട്ടില്ല, പ്രകടനങ്ങൾ നടക്കേണ്ടി വന്നിട്ടില്ല, ആഘോഷങ്ങൾ നടത്തേണ്ടി വന്നിട്ടില്ല. മറിച്ച് ജന്മദിനം ആഘോഷം ലോകത്ത് കൊണ്ടുവന്നത് ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളായ ജൂതന്മാരാണ്. ലോകത്തൊരു മനുഷ്യൻ്റെ ജന്മദിനം ആഘോഷം ലോകത്ത് കൊണ്ടുവന്നത് അത് മുസ്ലിങ്ങളുടെ പാരമ്പര്യമല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന തിരക്കിലാണ് നമ്മുടെ നാടും, ഒപ്പം രഹസ്യമായി ഈ പ്രദേശങ്ങളിലും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം കരുതിയിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മൗലിദിൻ്റെ വരികളുണ്ട്, അതുപോലെ തന്നെ എണ്ണം നിശ്ചയിച്ച റാത്തിബിൻ്റെ വരികളുണ്ട്, ഹദ്ദാദിൻ്റെ വരികളുണ്ട്, അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയുടെ പേര് പറഞ്ഞിട്ട്
ആളുകളെ കൂട്ടം കൂട്ടമായി ഇരുത്തി ഈ മൗലിദുകൾ ചൊല്ലിച്ച്, ഈ റാത്തിബുകൾ ചൊല്ലിച്ച്, ഈ ഹദ്ദാദുകൾ ചൊല്ലിച്ച്, ഷിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും കുഫറിൻ്റെയും വരികൾ ചൊല്ലിച്ചുകൊണ്ട് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് ജൂതർ ലോകത്ത് കൊണ്ടുവന്ന ജന്മദിനമാഘോഷം എന്ന പേരിൽ പ്രിയപ്പെട്ടവരെ പലരും അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം അവിടുന്ന് ആചരിച്ചിട്ടില്ല, ആഘോഷിച്ചിട്ടില്ല. അവിടുന്ന് നബിയായത് 40-ാമത്തെ വയസ്സിലാണ്, മരിക്കുന്നത് 63-ാമത്തെ വയസ്സിലാണ്. 23 കൊല്ലക്കാലം നബിയായി ജീവിച്ചു. 22 റബീഉൽ അവ്വൽ അതിനിടയ്ക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടുന്ന് ആഘോഷിച്ചിട്ടില്ല. സഹാബികളോട് ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല, സഹാബത്ത് ആഘോഷിച്ചിട്ടില്ല. മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ ജന്മദിനമാഘോഷം അള്ളാഹുവിൻ്റെ റസൂല് നടത്തിയിട്ടില്ല, ആഘോഷിച്ചിട്ടില്ല. ഇസ്ലാമിനിത് പരിചയമില്ല. ചെറിയ പെരുന്നാളിനേക്കാളും ബലിപെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷമെന്ന് പോലും മലയാളത്തിൽ എഴുതിവിടുന്നു. ചെറിയ പെരുന്നാളിൻ്റെ ബലിപെരുന്നാളിൻ്റെ സുന്നത്തുകൾ അറിയാം. നല്ല വസ്ത്രം ധരിക്കലും സുഗന്ധം പൂശലും, പോകുമ്പോൾ ഒരു വഴിയിലൂടെയും തിരിച്ചു വരും മറ്റൊരു വഴിയിലൂടെയും, ചെറിയ പെരുന്നാളിന് ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ ഭക്ഷണം ഒറ്റയായി കഴിച്ചു പോകുന്നതും, ബലിപെരുന്നാളിന് കഴിക്കാതെ പോകുന്നതും, സ്നേഹബന്ധം ചേർക്കുന്നതും കുടുംബം ചാർത്തുന്നതും, ഇതൊക്കെ പെരുന്നാളിൻ്റെ സുന്നത്താണെന്ന് പഠിപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. പക്ഷേ ഇതിനേക്കാൾ വലിയ സുന്നത്താണ് ജന്മദിനമാഘോഷമെങ്കിൽ എന്താണ് ജന്മദിനമാഘോഷത്തിൻ്റെ സുന്നത്ത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനും ഹദീസും പഠിപ്പിക്കേണ്ടതാണ്. മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മുഹറമിലാണെന്ന് പറയപ്പെടുന്നു, റബീഉൽ അവ്വൽ 3-നാണെന്ന് പറയപ്പെടുന്നു, 7-നാണെന്ന് പറയപ്പെടുന്നു, 9-നാണെന്ന് പറയപ്പെടുന്നു, 12-നാണെന്നും പറയപ്പെടുന്നു. സംശയമാണ്. എന്നാൽ മരിച്ചത് റബീഉൽ അവ്വൽ 12-നാണ് എന്ന് തർക്കമില്ലല്ലോ. റബീഉൽ അവ്വൽ 12-ന് ജനിച്ചതാണെന്ന് സംശയമാണ്, മരിച്ചത് 12-നാണെന്ന് ഉറപ്പാണ്. മുസ്ലിങ്ങൾ സന്തോഷിക്കണോ, ആഘോഷിക്കണോ, ഭക്ഷണം കഴിച്ച് ആർത്തുല്ലസിക്കണോ, അതല്ല സങ്കടമാണോ വേണ്ടത് എന്ന് മുസ്ലിം സമുദായം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വഴിയിൽ ഒരാൾ കണ്ട മുള്ളുവേലി ഒരു തടസ്സം നീക്കിയത് കൊണ്ട് ഞാൻ ആ മനുഷ്യനെ സ്വർഗത്തിൽ കണ്ടു എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിൻ്റെ പേര് പറഞ്ഞിട്ട വഴികളിൽ, ഹൈവേകളിൽ ബ്ലോക്ക് ചെയ്ത്, പ്രകടനത്തിൻ്റെ പേര് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുമ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന, എയർപോർട്ടിലേക്ക് പോകുന്ന, നാട്ടിലേക്ക് പോകുന്ന, ദൂരയാത്രകൾ ചെയ്യുന്ന ഈ സമുദായത്തിൽപ്പെട്ടവരെയും ഈ സമുദായത്തിൻ്റെ നന്മയെക്കുറിച്ച് അറിയാത്തവരെ പോലും പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ വഴികൾ ബ്ലോക്ക് ചെയ്യുന്നു, തടസ്സം സൃഷ്ടിക്കുന്നു. എന്തിൻ്റെ പേര് പറഞ്ഞിട്ട്? വഴിയിൽ തടസ്സമുണ്ടാക്കുന്നത് ഈമാനിന് കോട്ടം സംഭവിക്കുന്ന കാര്യമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ നിന്ന് മുള്ളെടുത്ത് മാറ്റുന്നത് ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞിട്ട വഴികളിൽ തടസ്സമുണ്ടാക്കുന്നത്. സഹോദരങ്ങളെ, നമുക്കത് പാടില്ല. നമ്മുടെ മക്കളെ വിലക്കണം, നമ്മുടെ കുടുംബത്തെ അറിയിക്കണം, സ്നേഹിക്കണം എന്ന വിഷയത്തിൽ തർക്കമില്ലല്ലോ. ശ്വാസം നിലക്കുന്നത് വരെ മുത്ത് റസൂലിനെ നമ്മളെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, ലോകത്ത് സർവ്വരെക്കാളും നമ്മൾ സ്നേഹിക്കണം. എങ്ങനെയാണ് അവിടുന്ന് പഠിപ്പിച്ചത്? അങ്ങനത്തെ ജീവിതത്തിൽ പകർത്തുക. ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിൽ പോകുക, തന്ന ദാനത്തിൽ പാവപ്പെട്ടവർക്ക് നൽകുക, സകാത്ത് നൽകുക, രോഗിയെ സന്ദർശിക്കുക. അവിടുത്തെ ഓരോ സുന്നത്തും കളയാതെ ആചരിച്ചിട്ട് വേണം അവിടുത്തെ സ്നേഹിക്കാൻ. അതല്ലാതെ പഠിപ്പിക്കാത്ത രീതിയിൽ റബീഉൽ അവ്വൽ സ്പെഷ്യൽ സലാത്തും സ്പെഷ്യൽ ദിക്റും സ്പെഷ്യൽ മൗലിദും, പ്രിയപ്പെട്ടവരെ, ലോകത്ത് മുസ്ലിമീങ്ങൾക്കത് പരിചയമില്ല. ജൂതരിൽ നിന്ന് ഷിയാക്കളിലേക്കും ഷിയാക്കളിൽ നിന്ന് നമ്മുടെ നാടുകളിലേക്കും വന്ന അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.